ബിനിൽ ആരെല്ലാമാണ് പിടിയിലായിരിക്കുന്നത്? എന്താണ് വിവരങ്ങൾ? കെവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട നിർണായകമായ അറസ്റ്റാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരം നീനുവിന്റെ സഹോദരൻ ഷാനു ചാക്കോയെയും അച്ഛൻ ചാക്കോ ജോണിനെയും പോലീസ് പിടികൂടിയിരിക്കുന്നു. കണ്ണൂരിൽ നിന്നാണ് ഇവരെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഉടൻ തന്നെ ഇവരെ കോട്ടയത്തേക്ക് കൊണ്ടുവന്ന വിശദമായി ചോദ്യം ചെയ്യും. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ അറസ്റ്റാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇരുവരും ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു. ഈ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചതിനിടയിലാണ് ഇവരുടെ അറസ്റ്റ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ കേസിലെ പ്രതികളെല്ലാം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഇവരെ പിടികൂടുന്നതിന് പ്രത്യേക സംഘങ്ങളെ തന്നെ നിയോഗിച്ചിരുന്നു. അത്തരത്തിൽ കൊച്ചി റേഞ്ച് ഐ ജി വിജയ് സാക്കറയുടെ നേതൃത്വത്തിൽ നിയോഗിക്കപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ പ്രതികളുടെ പിടികൂടിയിരിക്കുന്നത്. ഇവരെ കണ്ണൂരിൽ നിന്ന് പിടികൂടി കോട്ടയത്തേക്ക് എത്തിക്കുകയാണ്. ഉടൻ തന്നെ ഇവരെ കോട്ടയത്തെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യും. അതോടുകൂടി തന്നെ ഈ കേസിലെ കൃത്യമായ വിവരങ്ങൾ പുറത്തേക്ക് വരും. ഏറ്റവും പ്രധാനപ്പെട്ടത് എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി കൃത്യതയോടുകൂടി പുറത്തേക്ക് വരണമെങ്കിൽ ഷാനു ചാക്കോയെ പിടികൂടി വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ആ അറസ്റ്റാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. കെവിന്റെ മരണവുമായി ബന്ധപ്പെട്ട മുഖ്യ പ്രതികളുടെ അറസ്റ്റാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ കൊലപാതകത്തിൽ ഏറ്റവും കൃത്യമായ പങ്കുള്ള ഷാനു ചാക്കോയും, അതായത് നീനുവിന്റെ സഹോദരൻ ഷാനു ചാക്കോയും പിതാവ് ചാക്കോ ജോണിനെയുമാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇവർ കേസിൽ നിരപരാധികളാണെന്നും തങ്ങളെ ഈ കേസിൽ അനാവശ്യമായി ഉൾപ്പെടുത്തുകയാണെന്നും കാണിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ അല്പം മുമ്പ് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു. ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് എത്തുന്നതിന് മുൻപ് തന്നെ പ്രതികൾ പോലീസ് പിടിയിലായിരിക്കുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് കോട്ടയത്തെ ഗാന്ധിനഗർ പോലീസ് ഒന്നാം പ്രതിയായി ഷാനു ചാക്കോന്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ കേസിലെ 5ാം പ്രതിയാണ് ഷാനു ചാക്കോന്റെ അച്ഛൻ ചാക്കോ ജോൺ. നീനുവിന്റെ സഹോദരനും അച്ഛനും ഈ കേസിൽ 1ഉം 5ഉം പ്രതികളാണ്. ഈ പ്രതികളെയാണ് ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയിരിക്കുന്നത്. ഇവരെ കോട്ടയത്ത് എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യും. അതോടുകൂടി ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരും. കെവിൻ കൊലക്കേസിലെ പ്രധാന പ്രതികളായ നീനുവിന്റെ പിതാവ് ചാക്കോയും മകൻ ഷാനു ചാക്കോയും പിടിയിലായിരിക്കുന്നു. കണ്ണൂരിൽ നിന്നാണ് ഇവർ പിടിയിലായിരിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരങ്ങൾ ഇവരിൽ നിന്ന് ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ബിനിൽ തുടരുന്നുണ്ട്. ബിനിൽ, ഇപ്പോൾ പ്രധാന പ്രതികൾ തന്നെ പിടിയിലായിരിക്കുന്നു. കേസിന്റെ ഒരു വഴിത്തിരിവ് തന്നെയാണ് ഇത്. അറസ്റ്റ് രേഖപ്പെടുന്ന അടക്കമുള്ള നടപടികളിലേക്ക് ഉടൻ തന്നെ അന്വേഷണ സംഘം കടക്കില്ലേ? വിശദമായ ചോദ്യം ചെയ്യൽ അതുടനെ തന്നെ ഉണ്ടാവില്ലേ ബിനിൽ? വിശദമായി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇവരെ കോട്ടയത്തേക്ക് കൊണ്ടുവരുന്നത്. കണ്ണൂരിൽ നിന്നാണ് ഇവർ പിടിയിലായിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം ഇവരെ പിടികൂടി കോട്ടയത്തേക്ക് കൊണ്ടുവരികയാണ്. ഈ കേസന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതലയുള്ള കൊച്ചി റേഞ്ച് ഐ ജി വിജയ് സാക്കറെ അടക്കമുള്ളവർ കോട്ടയത്താണുള്ളത്. അതുകൊണ്ട് തന്നെ കോട്ടയത്ത് എത്തിച്ചായിരിക്കും ഇവരുടെ വിശദമായ ചോദ്യം ചെയ്യൽ ഉണ്ടാകുക. എന്തായാലും ഇവർ ഇപ്പോൾ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന മുൻകൂർ ജാമ്യാപേക്ഷയിൽ തന്നെ സമ്മതിച്ചിരിക്കുന്ന ഒരു കാര്യം, കെവിനും നീനുവും തമ്മിലുള്ള വിവാഹ ബന്ധം അറിഞ്ഞുകൊണ്ട് ഈ കെവിന്റെ വീട്ടിൽ ഷാനു ചാക്കോ എത്തിയിരുന്നു. ഷാനു ചാക്കോ കെവിന്റെ വീട്ടിൽ വെച്ച് ഇവർ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചിരുന്നു. ഇതേ തുടർന്ന് ആ വീട്ടിൽ വെച്ച് ബഹളമുണ്ടായിട്ടുണ്ട് എന്ന കാര്യം അവർ സമ്മതിക്കുന്നുണ്ട്. ഹൈക്കോടതിയിൽ തന്നെ നൽകിയ ജാമ്യാപേക്ഷയിൽ ഇവർ ഇക്കാര്യം സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിലുള്ള ഇവരുടെ കുറ്റകൃത്യത്തിലുള്ള ഇവരുടെ പങ്കാളിത്തം ഏതാണ്ട് ഇതിലൂടെ തന്നെ ബോധ്യപ്പെടുന്ന ഒരു വസ്തുതയാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് വീട്ടിൽ വെച്ച് ഈ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ ബഹളമുണ്ടായത് എന്നതിനപ്പുറത്തേക്ക് ഈ കെവിന്റെ മരണവുമായി തങ്ങൾക്ക് ബന്ധമില്ല എന്ന നിലപാടാണ് അവർ ഹൈക്കോടതിയിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് കെവിനെ തട്ടിക്കൊണ്ടുപോയത് അടക്കമുള്ള കാര്യങ്ങളിൽ ഇനി വ്യക്തത വരണമെങ്കിൽ ഷാനു ചാക്കോയെ കൃത്യമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഷാനു ചാക്കോയാണ് ഈ തട്ടിക്കൊണ്ടുപോകുന്നതിനുള്ള മറ്റ് 12 പേരെ സംഘടിപ്പിക്കുകയും അവരുമായി മാന്നാനത്തെത്തി ഈ കെവിന്റെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് കെവിനെ തട്ടിക്കൊണ്ടുപോയത്. കെവിന്റെ ബന്ധുവിനെയും കൂടി അവർ തട്ടിക്കൊണ്ടുപോയിരുന്നു. ബന്ധുവിനെ വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. പിന്നീട് കെവിൻ എന്ത് സംഭവിച്ചു, എങ്ങനെയാണ് തെന്മലയിലെ പുഴയിൽ കെവിന്റെ മൃതദേഹം പൊങ്ങിയത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരണമെങ്കിൽ ഷാനു ചാക്കോയെ വിശദമായി ചോദ്യം ചെയ്യേണ്ടി വരും. അതിലേക്കായിരിക്കും പോലീസിന് കടക്കുക.
കൊലപാതകത്തിന്റെ സൂത്രധാരൻ നീനുവിന്റെ പിതാവ് ചാക്കോയും മകൻ ഷാനു ചാക്കോയുമാണ് എന്ന് പോലീസ് ഈ ഘട്ടത്തിലും ആവർത്തിച്ചു പറയുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇവരെ പിടികൂടിയതിലൂടെ കേസിന്റെ നിർണായകമായ വിവരങ്ങൾ പുറത്തുവരും എന്ന് തന്നെയാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. വിശദമായ ചോദ്യം ചെയ്യൽ ഉടൻ തന്നെ ഉണ്ടാകും. തിരുവനന്തപുരത്ത് നിന്ന് മിഥുൻ സുരേന്ദ്രനും ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മിഥുൻ, ഇനിയിപ്പോൾ കേസിന്റെ നിർണായകമായ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ പോലീസിന് ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയും എന്ന് തന്നെയല്ലേ പ്രതീക്ഷിക്കുന്നത്? കെവിൻ്റെ മരണത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ ഇനി കൂടുതൽ വ്യക്തമാകുമെന്ന് ഉറപ്പായിരിക്കുന്നു. കാരണം മുഖ്യപ്രതികളെന്ന് കരുതുന്ന രണ്ടുപേരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇതിൽ ഒന്നാം പ്രതിയാണ് ഷാനു ചാക്കോ, ഒപ്പം തന്നെ അഞ്ചാം പ്രതിയാണ് ഈ ചാക്കോ എന്ന് പറയുന്ന വ്യക്തി. ഏതായാലും ഇവരാണ് ഇതിലെ സൂത്രധാരന്മാർ എന്ന ഒരു നിഗമനത്തിലാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഒപ്പം നേരത്തെ തന്നെ 3 പേർ പിടിയിലായിട്ടുമുണ്ട്. ഇനി പിടിയിലാകാനുള്ളത് 7 പേരാണ് പ്രധാനമായും ഉള്ളത്. മൊത്തം 14 പ്രതികളാണ് ഈ കേസിലുള്ളതെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരുന്നത്. ഏതായാലും മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുന്ന വേളയിൽ തന്നെയാണ് ഇവർ പിടിയിലായിരിക്കുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. ഏതായാലും വിശദമായ ചോദ്യം ചെയ്യൽ ഇനിയും ആവശ്യമുണ്ട്. നേരത്തെ ഷാനുവിൻ്റെ ഭാര്യ ഇത്തരത്തിൽ പോലീസിന് മൊഴി നൽകിയത് ഈ സംഭവത്തിന് ശേഷം ഷാനു വിളിച്ചെന്നും കെവിൻ വാഹനത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്നും പറഞ്ഞുവെന്ന ഒരു മൊഴിയാണ് നൽകിയത്. ഇത് പോലീസ് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. ഏതായാലും മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ശേഷം വെള്ളത്തിൽ ഉപേക്ഷിച്ചതാണോ അല്ലെങ്കിൽ കെവിൻ രക്ഷപ്പെട്ട് ഓടുന്നതിനിടെ ഈ വെള്ളത്തിൽ വീണതാണോ എന്നീ സംശയങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നു. ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരം കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഏത് രീതിയിലാണ് ഈ സംഭവം നടന്നത് എന്ന കാര്യത്തിൽ ഇതോടുകൂടി കൂടുതൽ വ്യക്തത വരുമെന്ന ഉറപ്പാണ്. അതുതന്നെയാണ് മിഥുൻ. ഇപ്പോൾ 14 പ്രതികളുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ വിശദമായ ചോദ്യം ചെയ്യൽ ഇനിയും നടക്കാനിരിക്കുന്നു. ഷാനുവിനെയും ചാക്കോയെയും എല്ലാം ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ പ്രതികൾ ഉണ്ടാകും എന്നൊരു വിലയിരുത്തൽ തന്നെ, അല്ലെങ്കിൽ കൂടുതൽ പ്രതികൾ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്നൊരു വിലയിരുത്തൽ തന്നെയല്ലേ ഈ ഘട്ടത്തിൽ പോലീസിനുള്ളത് മിഥുൻ? ശനിയാഴ്ച വൈകുന്നേരമാണ് ഷാനു ഇത്തരത്തിൽ തിരുവനന്തപുരത്ത് വിമാനം ഇറങ്ങുന്നത്. ഇതിനുശേഷം നടന്ന മുഖ്യ സൂത്രധാരനാണ് ഈ കേസിൽ ഷാനു എന്ന് തന്നെ പോലീസ് കരുതുന്നു. ഇതിനുശേഷമാണ് പുനരൂരിൽ നിന്ന് സുഹൃത്തുക്കളെ ഉൾപ്പെടെ കൂട്ടി കോട്ടയത്തേക്ക് ഷാനു എത്തിയതും ഈ കൃത്യം നിർവഹിച്ചതും എന്നാണ് പോലീസിന് ഇപ്പോഴുള്ള നിഗമനം. ഏതായാലും ഈ ഒരു വ്യക്തമായൊരു ഇതിൻ്റെ പശ്ചാത്തലം കിട്ടേണ്ടതുണ്ട്. ഏതായാലും ഇവർ പിടിയിലായതോടുകൂടി ഇതിൻ്റെ വ്യക്തമായ ഈ സൂചനകൾ ലഭിക്കുമെന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ഏതായാലും കേസിൻ്റെ സുപ്രധാന ഘട്ടമാണ് ഇപ്പോൾ പോലീസ് പിന്നിടുന്നത് എന്നതിൽ സംശയമില്ല. തീർച്ചയായും സുപ്രധാന ഘട്ടമാണ് പോലീസ് പിന്നിടുന്നത്. കേസിലെ പ്രധാന പ്രതികളായ ചാക്കോയും മകൻ ഷാനു ചാക്കോയും കണ്ണൂരിൽ നിന്ന് പിടിയിലായിരിക്കുന്നു. ഇവരെ കോട്ടയത്തേക്ക് വിശദമായ ചോദ്യം ചെയ്യലിനായി കൊണ്ടുവരികയാണ്. ബിനിൽ തുടരുന്നുണ്ട് വിവരങ്ങളുമായി. ബിനിൽ, ഇപ്പോൾ ഇവരെ കോട്ടയത്തേക്ക് കൊണ്ടുവരുന്നു. എപ്പോഴേക്ക് ഇവരെ കോട്ടയത്ത് എത്തിക്കാൻ കഴിയും? വിശദമായ ചോദ്യം ചെയ്യലിന് ഏതെല്ലാം ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നുണ്ട് ബിനിൽ? പോലീസ് സംഘം ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് കോട്ടയത്തേക്കുള്ള വഴിയിലാണ്. എന്തായാലും മണിക്കൂറുകൾ വേണ്ടിവരും ഈ 2 പ്രതികളെയും കോട്ടയത്ത് എത്തിക്കാൻ. കാരണം ഇത്ര ദൂരയിൽ നിന്നാണ് ഈ പ്രതികളെ പിടികൂടിയിരിക്കുന്നത്. ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചതിന് ശേഷം അഭിഭാഷകരെ കണ്ട ശേഷം ഇവർ ഒളിത്താവളത്തിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. ആ സാഹചര്യത്തിലാണ് ഇവരെ കണ്ണൂരിൽ നിന്ന് പിടികൂടാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരിക്കുന്നത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ദുഷ്പേര് കേൾപ്പിച്ച ഒരു സംഭവമാണ് കോട്ടയത്തെ കെവിന്റെ കൊലപാതകം. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിൽ കൃത്യമായ പ്രതികളെ വേഗത്തിൽ പിടികൂടാനുള്ള ഒരു സമ്മർദ്ദം പോലീസിന് മേലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വേഗത്തിൽ തന്നെ ഈ കേസിലെ പ്രധാന പ്രതികളുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. ഇനി ഇത് ഈ കെവിന്റെ മരണം എങ്ങനെ സംഭവിച്ചു എന്നത് സംബന്ധിച്ച കാര്യങ്ങളിൽ വ്യക്തത വരുത്തുക എന്നതാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാകുക. ഇതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഏറെ പ്രധാനമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾക്കൊപ്പം തന്നെ ഈ കേസിലെ പ്രതികളുടെ കുറ്റസമ്മതം കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനമാണ്. അവർ എന്താണ് ഈ സംഭവത്തെ കുറിച്ച് പറയുന്നത്, സാഹചര്യ തെളിവുകൾ ലഭിക്കുന്നത് എങ്ങനെ, ഇതെല്ലാം ഈ കേസിൽ നിർണായകമായി മാറും. എന്തായാലും ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതി ഷാനു ചാക്കോ പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ തന്നെ ഈ സംഭവിച്ച കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു വ്യക്തത വരുത്താൻ കഴിയുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. കോട്ടയത്ത് IG വിജയ് സാക്കറെയുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരിക്കും ഇപ്പോൾ പിടികൂടി കൊണ്ടുവരുന്ന പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുന്നത്. തന്നെയാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. ആദ്യഘട്ടത്തിൽ പോലീസിന് വലിയ വീഴ്ചയായിരുന്നു സംഭവിച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 3 പരാതികൾ ലഭിച്ചിരുന്നെങ്കിലും പോലീസ് കാര്യമായി പരിഗണിക്കാതിരുന്നത് വലിയ വിമർശനത്തിനിടയാക്കിയിരുന്നു. പക്ഷേ തുടർ നടപടികൾ ശ്രദ്ധേയം തന്നെയാണ്. SIക്കും ASIക്കും SP-ക്കും എല്ലാം എതിരെ നടപടിയുണ്ടായി. ഇപ്പോഴത്തെ പ്രധാന പ്രതികളെയും പോലീസ് പിടിയിലാക്കിയിരിക്കുന്നു. ഏതാണ്ട് 14 പ്രതികളുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട എല്ലാവരെയും പോലീസിന്റെ വലയിലാക്കാൻ ഈ ഘട്ടത്തിൽ കഴിഞ്ഞു എന്നതും ശ്രദ്ധേയമായ കാര്യം തന്നെയല്ലേ ബിനിൽ? പോലീസിനെ പ്രതിരോധത്തിലാക്കിയ ഈ കേസിൽ വളരെ പെട്ടെന്ന് പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞു എന്നത് പോലീസിന് ആശ്വാസകരമാണ്.
അത് കൂടുതൽ പോലീസിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ കുറയ്ക്കുന്നതിന് കാരണമാകും. പക്ഷേ ആദ്യഘട്ടത്തിൽ പോലീസിന് സംഭവിച്ച വീഴ്ച അത് ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. അതിൽ പോലീസിന് ആ വീഴ്ചയിൽ നിന്ന് കുറ്റകൃത്യത്തിൽ നിന്ന് തന്നെ പോലീസിന് ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത സാഹചര്യവും ഉണ്ടാവും. കാരണം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ കൃത്യവിലോപം തന്നെയാണ് ഈ സംഭവത്തിലെ ഏറ്റവും പ്രധാനമായി മാറിയത്. ഈ പരാതി ലഭിച്ചിട്ടും അത് കൃത്യമായി പരിശോധിക്കാനോ അന്വേഷിക്കാനോ പോലീസിന് കഴിഞ്ഞില്ല എന്ന ആ കൃത്യവിലോപത്തിൽ നിന്ന് പോലീസിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. എന്തായാലും വലിയ പ്രതിഷേധം പോലീസിന്റെ നടപടിക്കെതിരെ ഉണ്ടായപ്പോൾ പ്രതികളെ വേഗത്തിൽ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിരിക്കുന്നു. ഈ കേസിലെ മുഖ്യപ്രതിയായ ഷാനു ചാക്കോ പിടിയിലായതോടെ ഇനി ഈ കേസിൽ കൂടുതൽ വ്യക്തത വേഗത്തിൽ തന്നെ വരുത്താൻ അന്വേഷണ സംഘത്തിന് കഴിയും. അതിനുള്ള ഒരു ശ്രമമാണ് കോട്ടയത്ത് ഐജിയും കോട്ടയം SP അടക്കമുള്ളവർ ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ചുകൊണ്ടുണ്ട്. അവർ എത്രയും വേഗം ഈ പ്രതികളെ കോട്ടയത്ത് എത്തിച്ച വിശദമായി ചോദ്യം ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഇവരെ കോട്ടയത്ത് എത്തിക്കാൻ കഴിയും. ഇവരെ വിശദമായി ചോദ്യം ചെയ്യുന്നതോടുകൂടി ഈ കെവിന്റെ മരണത്തിൽ കാരണമായതെന്ത്, എങ്ങനെ കെവിന്റെ മൃതദേഹം തെന്മലയിലെ പുഴയിലെത്തി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത കൈവരും. ശരി ബിനിൽ, കെവിന്റെ ദുരഭിമാന കൊലയിൽ ഒന്നാം പ്രതി ഷാനു ചാക്കയും അച്ഛൻ ചാക്കോയും പിടിയിലായിരിക്കുന്നു. ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയതിന് പിന്നാലെയാണ് പ്രതികൾ കുടുങ്ങിയത്. നേരത്തെ പ്രതികൾ തിരുവനന്തപുരത്തുണ്ട്, അല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് കടന്നു എന്നതായിരുന്നു പോലീസ് നൽകിയ സൂചനകൾ. എങ്കിൽ പ്രതികളെ പിടികൂടിയത് കണ്ണൂരിൽ നിന്നാണ്. അല്പം മുമ്പാണ് മുഖ്യപ്രതികളായ രണ്ടുപേരെയും പിടികൂടിയത്. നേരത്തെ മരിച്ച കെവിൻ്റെ ഭാര്യ നീനുവിൻ്റെ അച്ഛനും സഹോദരനുമാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇവർ തന്നെയാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത് എന്നാണ് പോലീസ് നൽകുന്ന ഭാഷ്യവും. വിവരങ്ങളുമായി മിഥുൻ സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. മിഥുൻ, ആദ്യഘട്ടത്തിൽ പ്രതികൾ തിരുവനന്തപുരത്തെത്തി, പിന്നീട് തമിഴ്നാട്ടിലേക്ക് കടന്നു. ഈ നിലയിലായിരുന്നു പോലീസ് വിവരങ്ങൾ നൽകിയത്. ഇത് പ്രതികളെ വേഗത്തിൽ പിടികൂടുന്നതിന്, അവർക്ക് തെറ്റായ സന്ദേശം നൽകുന്നതിന് വേണ്ടിയായിരുന്നോ? ആ നിലയിലുള്ള വിവരങ്ങളാണോ ആദ്യം മാധ്യമങ്ങൾക്ക് പോലീസ് നൽകിയത്? രതീഷ്, തീർച്ചയായും തുടക്കത്തിൽ തന്നെ പോലീസ് വലിയ രീതിയിൽ പ്രതിരോധത്തിലായ ഒരു സംഭവമായിരുന്നു കെവിന്റെ ദുരഭിമാന കൊല. ഏതായാലും ഈ പ്രതികൾ രക്ഷപ്പെടാതിരിക്കുക എന്ന ഏക ലക്ഷ്യമായിരുന്നു പോലീസിന് ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രതികൾ തമിഴ്നാട്ടിലേക്ക് കടന്നു എന്ന ഒരു സന്ദേശമാണ് ആദ്യം തന്നെ പോലീസ് പ്രചരിപ്പിച്ചത്. ഏതായാലും ആ രീതിയിൽ തന്നെയായിരുന്നു തുടർന്നു വന്ന റിപ്പോർട്ടുകളും. ഏതായാലും പ്രതികൾ ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് പിടിയിലാകുമ്പോൾ കൃത്യമായി തന്നെ പോലീസ് ഇവരെ പിന്തുടരുന്നുണ്ടായിരുന്നു എന്നത് വ്യക്തമാവുകയാണ്. ഏതായാലും ഈ കേസിൽ മുഖ്യ സൂത്രധാരന്മാർ എന്ന് കരുതുന്ന ഷാനുവും ഒപ്പം തന്നെ പിതാവ് ചാക്കോയുമാണ് പിടിയിലായിട്ടുള്ളത്. മറ്റുള്ളവരെല്ലാം തന്നെ ഈ കൊട്ടേഷൻ സംഘങ്ങളാണ്. അവരിലേക്ക് അധിക ദൂരം ഇനി അന്വേഷണം വരില്ല എന്ന ഉറപ്പാണ്. കാരണം പെട്ടെന്ന് തന്നെ ഉടൻ പിടിയിലാകുമെന്ന് പോലീസ് കരുതുന്നു. ഏതായാലും വിശദമായ ചോദ്യം ചെയ്യലാണ് ഇനി നടക്കേണ്ടത്. ഇതിന്റെ പശ്ചാത്തലം വിശദമായി അറിയേണ്ടതുണ്ട്. ഏതായാലും വിദേശത്ത് നിന്ന് ഷാനു തിരുവനന്തപുരത്ത് വിമാനം ഇറങ്ങിയത് മുതലുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഏതായാലും നീനുവിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ കെവിനെ വകവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഷാനു ഇവിടെ വിമാനം ഇറങ്ങിയത് എന്നത് വ്യക്തമാണ്. തിരുവനന്തപുരത്തെ ഭാര്യ വീട്ടിൽ വന്നു പോയ ശേഷമാണ് കോട്ടയത്തേക്ക് ഷാനുവും സംഘവും തിരിച്ചത്. തുടർന്ന് നടന്ന സംഭവവികാസങ്ങളിൽ വ്യക്തമായ വിശദാംശങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ഇതിനുള്ള ചോദ്യം ചെയ്യലാണ് ഇനി നടക്കേണ്ടത്. മിഥുൻ, ഈ കേസിൽ വലിയൊരു സംഘം തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കെവിനെ കോട്ടയത്തെത്തി വീട്ടിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന പരിസരവാസികൾ ശബ്ദം കേട്ട് അടുത്തേക്ക് വന്നു. പക്ഷേ വീടിൻ്റെ പരിസരത്തേക്ക് പോലും അവർക്ക് കയറാൻ കഴിയാത്ത തരത്തിൽ ഗുണ്ടകളുടെ വലിയ സംവിധാനമുണ്ടായിരുന്നു. ആ നിലയിലാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. അപ്പോൾ കേസിൽ ഒട്ടേറെ പ്രതികളുണ്ട്. ഈ ഗൂഢാലോചന കുറച്ചു പേരിൽ മാത്രം ഒരുപക്ഷെ ഒതുങ്ങുമെങ്കിൽ കോട്ടയം കേന്ദ്രീകരിച്ചും തിരുവനന്തപുരം കേന്ദ്രീകരിച്ചും കൊല്ലം കേന്ദ്രീകരിച്ചുമൊക്കെ ഇവരെ സഹായിച്ച വലിയൊരു സംഘം തന്നെ ഉണ്ടാകില്ലേ? ആ നിലയിൽ ഇപ്പോൾ പ്രതികൾക്ക് വേണ്ടി വ്യാപകമായ തിരച്ചിലായിരിക്കില്ലേ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? രതീഷ്, ഈ സംഭവത്തിൽ വലിയൊരു ഗൂഢാലോചന നടന്നതായി പോലീസ് ഇപ്പോഴും കരുതുന്നില്ല. കാരണം ഷാനു ഇത്തരത്തിൽ വിദേശത്ത് നിന്ന് ഈ പുനലൂരിൽ എത്തിയ ശേഷം സ്വന്തം സുഹൃത്തുക്കളെ തന്നെ കൂട്ടിയാണ്, കൂടാതെ ചില കൊട്ടേഷൻ സംഘങ്ങളെ കൂട്ടിയാണ് കോട്ടയത്തേക്ക് ഇവർ പോയതെന്ന് പോലീസ് പറയുന്നുണ്ട്. എങ്കിലും ഇതിൽ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടില്ല എന്ന നിഗമനത്തിലാണ് പോലീസ് ഇപ്പോഴും കാര്യങ്ങൾ പുറത്തുവിടുന്നത്. ഏതായാലും ഇവരെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ മാത്രമേ ഇതിന്റെ പശ്ചാത്തലം വ്യക്തമാകൂ എന്നും പോലീസ് പറയുന്നു. ഐജിയുടെ നേതൃത്വത്തിലുള്ള ചോദ്യം ചെയ്യൽ ഇനി ഏറെ നിർണായകമായിരിക്കും. ഏതായാലും മുഖ്യ പ്രതികളെയാണ് ഇപ്പോൾ പോലീസ് എല്ലാവരെയും തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇതിൽ വിശദമായ ചോദ്യം ചെയ്യലിലൂടെ തന്നെ ബാക്കി കൊട്ടേഷൻ സംഘങ്ങളെ കൂടി ലഭിക്കും. ഏതായാലും ഇത്തരത്തിൽ വിവാഹം നടന്നതിന്റെ ഒരു വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് പറയുന്നു. ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ കൂടി ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ മുങ്ങിമരണമാണ് എന്ന നിഗമനം കൂടി മുന്നോട്ട് വരുന്നു. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ വിശദമായി പരിശോധിക്കണം. കാരണം കെവിൻ ഇത്തരത്തിൽ ഓടി രക്ഷപ്പെട്ടപ്പോൾ വെള്ളത്തിൽ വീണതോ അല്ലെങ്കിൽ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ശേഷം വെള്ളത്തിൽ ഉപേക്ഷിച്ചതാണോ എന്നീ സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആന്തരിക അവയവങ്ങളുടെ പരിശോധന
പരിശോധനാ ഫലം വരേണ്ടതുണ്ട്. ഇതൊക്കെ കിടക്കുകയാണ്. ഇതിന് മുന്നോടിയായി തന്നെ ഇവരെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് വ്യക്തമായ വിശദാംശങ്ങൾ ഇതിൽ ലഭിക്കുമെന്നാണ് പോലീസ് കരുതുന്നത്.